ഈ അറിയാത്ത പിള്ള ചൊറിയമ്പ അറിയും അങ്ങനൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ടോ? ഇന്ന് നമ്മുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ വെളുപ്പിനെ എണീറ്റ് നമ്മളിതാ ഇറങ്ങി, കാരണം എനിക്ക് ഓഫീസിലോട്ട് പോകണം, ഹസ്ബൻഡിന് വേറൊരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ ഇറങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട് അമ്മയും പപ്പയും അണ്ണനും എല്ലാവരും ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രി തന്നെ തിരിച്ചു വരണമെന്ന് പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പക്ഷേ കുറച്ച് സ്ഥലങ്ങളിൽ പോകാനുണ്ടായിരുന്നു, പിന്നെ ഒരു ദിവസവും കൂടെ നിൽക്കാമല്ലോ എന്ന് ആലോചിച്ചപ്പം നമ്മുടെ പ്ലാൻ അങ്ങ് ചെറുതായിട്ടൊന്ന് മാറ്റി കേട്ടോ. എനിക്ക് ഈ രാവിലെ ഒന്ന് യാത്ര ചെയ്യുന്നത് അത്ര വലിയ താല്പര്യമുള്ള കാര്യമല്ല കേട്ടോ. ചിലരൊക്കെ ഇതിനെ പറയും ഉറക്കം മടിയുള്ളത് കൊണ്ടാണെന്ന്. ഒരു കണക്കിനല്ല, അത് തന്നെയാണ് സത്യം. പ്രത്യേകിച്ച് എൻ്റെ വീട്ടിൽ കൂടെ ആണെങ്കിൽ എനിക്ക് എണീക്കാനേ തോന്നില്ല, കാരണം രാവിലെകളിലൊക്കെ അവിടെ നല്ല തണുപ്പാണ്. ഞാൻ ഏതൊക്കെ വീഡിയോകളിൽ ഇത് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പക്ഷേ എൻ്റെ ഭർത്താവിന് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടി ആയതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഇന്നേ വരെ അത് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ആൾക്കത് നന്നായിട്ട് ബോധിച്ചു. കാരണം നമ്മുടെ ഈ യാത്രയിൽ നമ്മുടെ രണ്ട് ചെവിയും അടഞ്ഞ് ഈ കൈയും കാലൊക്കെ ഇങ്ങനെ മരവിച്ച അവസ്ഥയായിപ്പോയി കേട്ടോ. അവസാനം ഒരു കടയിൽ നിന്ന് ഒരു കട്ടൻ ചായ കുടിച്ചപ്പോഴാണ് ഇച്ചിരി ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നിയത്. അതാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, അറിയാത്ത പിള്ള ചൊറിയുമ്പോൾ അറിയും. മുൻകൂട്ടി അറിയാവുന്ന ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വന്നത്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്ന് കർത്താവേ, ഞാൻ മരവിച്ച് ചത്തേനെ. കൊച്ചിൻ്റെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ അതങ്ങ് സാധിച്ചു കൊടുക്കണമെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ഞാനും അങ്ങ് സാധിച്ചു കൊടുത്തു എൻ്റെ കൊച്ചിൻ്റെ ആഗ്രഹം. അങ്ങനെ ഒരുവിധം സൂര്യൻ്റെ ചൂട് കിട്ടി തുടങ്ങിയപ്പോൾ ഒരു ആശ്വാസമായിരുന്നേ. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി, പിന്നെ റെഡിയായി ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങൾ. ഇനി പുതിയ പുതിയ വിശേഷങ്ങളായിട്ട് ഇനിയുള്ള വീഡിയോസിലും കാണാം. ഇനിയുള്ള വീഡിയോസിൽ കുറച്ചധികം വിശേഷങ്ങൾ കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.